അതാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ. നമുക്ക് അവരെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ തന്നെ നമുക്കൊരു കണക്ഷൻ വന്നു. നമ്മൾ ചെയ്യേണ്ടതാണ്, വേറെ ആരും ചെയ്യേണ്ട റോളല്ല, ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ ഡോക്യുമെന്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പ്ലേ ചെയ്യേണ്ട അഭിലാഷാണെന്നുള്ളത് മനസ്സിലായിരുന്നു. അതൊരു കണക്ഷൻ കിട്ടിയത്. ഈ സെക്കൻഡ് ഹാഫിൽ മൊത്തം നിങ്ങൾക്ക് 2 ഡയലോഗേ ഉള്ളൂ. അതെ. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യും? ആകെ 2 ഡയലോഗ് വെച്ചത് എങ്ങനെ ഇതാക്കും? എന്തായിരുന്നു ചിദംബരം തന്നിട്ടുണ്ടായിരുന്ന ബ്രീഫ്? ഇല്ല, നമ്മളങ്ങനെ നമ്മളുടെ അടുത്ത് അങ്ങനെ ഇതൊന്നുമില്ല. നമ്മൾ പടം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. നമ്മളെ പറ്റി ചിന്തിച്ചിട്ടില്ല. നമ്മൾ മൊത്തം പടം ഫുൾ ടൈം നമ്മൾ മൊത്തം പടം എന്താണെന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് എത്ര ഡയലോഗ് ഉണ്ടെന്നൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. ഒരു പടം എങ്ങനെ ഇതാക്കാം, നന്നാക്കാന്നുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. മഞ്ഞുമൽ ബോയ്സിനെ പുറകെ കുറച്ച് ബോയ്സ് ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷമായിരിക്കും എന്നുള്ളതാണ് ഇത് പടം. ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് സൗബിക്കും ബാസി അവരുടെയൊക്കെ. ഞാനൊരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ ബാസി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെ പറ്റി നല്ലത് പറഞ്ഞു, സൗബിക്ക് പറഞ്ഞു, ഗണപതി പറഞ്ഞു, ചിദംബരം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ അവരാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി. അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഫ്രണ്ട്ഷിപ്പ് ഈസ് ലവ്. അതെ. താങ്ക് യു. സന്തോഷം മാത്രം. മഞ്ഞുമൽ ബോയ്സ് പ്രേക്ഷകരോട് കണ്ടുപോണ്ട ഫിലിമാണ്. ഒരുപാട് ശരിക്കും കുറച്ചുകൂടെ ഇതിപ്പോ നമ്മുടെ ആളുകളാണ് കൂടുതൽ തിയേറ്ററിൽ പോയിട്ട് ഒന്നുകൂടെ കാണണം. ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണണം. സലീമേട്ടന് വരുമോ? കാണും കാണും കാണും. പ്രേക്ഷകർ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ശരിക്കുള്ള മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു. അവരിവിടെ ഉണ്ട്, ഇപ്പോഴും അവരോട് ഇരുന്ന് സ്ക്രീൻ കണ്ടപ്പോൾ അവരുണ്ടായിരുന്നു പറയുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ ഇരിക്കുന്ന നമ്മൾ ഒരുപാട് നാളായിട്ട് അവരോട് തന്നെ ഉണ്ട്. അവരിപ്പോൾ ഡെയിലി വിളിക്കും, നമ്മൾ സംസാരിക്കും, നമ്മളെ ഇടയ്ക്ക് കൂടാറുണ്ട്. ഒരുപാട് നാളായിട്ട് അവർ കാണുന്നു, അവരായിട്ട് ഇടപെടുകയും ചെയ്യുന്നു. അവരുടെ കൂടെ കാണണമെന്നുള്ളതായിരുന്നു. നമ്മളത് അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അത് ഡയറക്ടർ ചിത്തു പറയുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അവരുടെ ട്രോമ എന്താണെന്നൊക്കെ ആളുകളെ കാണിച്ചു കൊടുക്കാനായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. നമ്മളുടെ സിനിമയല്ല, അവരുടെ സിനിമയാണ്. പടം